ഞാൻ എവിടെയാണ് എൻ്റെ പൊതുജീവിതത്തിൽ, നിങ്ങൾക്ക് എവിടെയാണ് എന്നെ ഒരു വർഗീയതയോട് ചേർന്ന് നടക്കുന്ന ഒരാളായി അനുഭവപ്പെട്ടിട്ടുള്ളത്? കേരളീയ പൊതുസമൂഹത്തിന് എവിടെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് പ്രചരണങ്ങളിലാണ്, ഞാൻ തന്ന ഏത് ഇൻ്റർവ്യൂകളിലാണ്, എൻ്റെ ഏത് പ്രസംഗങ്ങളിലാണ്, എൻ്റെ ഏത് നവമാധ്യമ പോസ്റ്റുകളിലാണ് എനിക്കൊരു മതത്തിൻ്റെ പ്ലസ് വേണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഞാൻ ഇതിനു മുമ്പ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി ഏതാ? ഞാൻ അവിടുന്ന് 3 തവണ ജയിച്ചത് എങ്ങനെയാണ്? ഞാൻ ഇന്നലെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ അറിയാൻ ആ സ്ക്രീൻഷോട്ട് വ്യാജമാണ്. അങ്ങനെ ഒരു മെസ്സേജ് ഞങ്ങളുടെ ആരും ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇതുവരെ അയച്ചിട്ടുമില്ല, ഇനിയോട്ട് അയക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആരെയും രാഷ്ട്രീയത്തിൽ കാഫിർ എന്ന് വിളിച്ച് വോട്ടിന് അർഹരല്ല എന്ന് പറയുന്നവരുടെ പട്ടികയിലേക്ക് ഒരു കാലത്തും കടന്നു വരാൻ ആഗ്രഹിക്കുന്നുമില്ല. അതിൽ സൗമ്യതയുടെ ഒരു അഭിനയിക്കലുമില്ല. അതിൽ നിഷ്കളങ്കതയുടെ ഒരു മൂടുപണം ബോധപൂർവം എടുത്ത് അണിയുന്നുമില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ കളങ്കിതരല്ല. അത് കേരളീയ പൊതുസമൂഹത്തിനും വടകരയിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട ഒന്നാണ്. തീർത്തും ഫേക്കായിട്ടുള്ള ഒരു സൃഷ്ടിയിൽ, ആ സൃഷ്ടിയിൽ ഞാൻ അതിൻ്റെ ഒരു ആനുകൂല്യം പറ്റാൻ നിൽക്കുന്നവനല്ല. ആ സൃഷ്ടി എനിക്ക് വടകരയിലെ ജനങ്ങൾ തരുന്ന സ്നേഹത്തിൻ്റെ ആനുകൂല്യത്തെ തകർക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അതിനെ തള്ളി പറയേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയും CPM-ഉമാണ്. അത്തരം വ്യാജ നിർമ്മിതികളുടെ പിൻബലത്തിൽ ഞങ്ങൾക്ക് വോട്ട് വേണ്ട, എതിർ സ്ഥാനാർത്ഥിയെ ആ തരത്തിൽ ചിത്രീകരിക്കുന്ന ആളുകളല്ല ഞങ്ങളെന്ന് പറയേണ്ടിയിരുന്നതിന് പകരം കാഫിർ എന്ന് വിളിച്ചതിനെ ഷാഫി തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്, കാഫിർ എന്നാരും വിളിച്ചിട്ടില്ല, കാഫിർ എന്ന് വിളിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ട സ്ക്രീൻഷോട്ട് ഫേക്കാണ്. അത് കേരളത്തിലെയും വടകരയിലെയും മൊത്തം ജനങ്ങൾക്കും ബോധ്യപ്പെടുകയും ചെയ്തിട്ടും അതിന് ഞാൻ തള്ളി പറഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താ? എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി ഇൻ്റർവ്യൂ ചെയ്ത മാധ്യമങ്ങളിൽ പലരും അത് ഫേക്കാണെന്നുള്ള പരാതി ഉയരുന്നു എന്നൊരു വാക്ക് പോലും അവരോട് ചോദിക്കാൻ പ്രയാസപ്പെടുന്നത് ഞാൻ കണ്ടു. ഒരു വാചകം ഒന്ന് സൂചിപ്പിക്കാൻ, നിങ്ങളത് ഫേക്കാണെന്ന് പറയണ്ട, അത് ഫേക്കാണെന്നുള്ളൊരു പരാതി ഉയർന്നിട്ടുണ്ടല്ലോ എന്നൊരു വാചകം നിങ്ങളുടെ ചോദ്യങ്ങളിൽ ഒന്ന് ചോദിക്കാൻ ഞാനാണെങ്കിൽ നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും? റിപ്പീറ്റഡ് ആയിട്ട് ഈ വ്യക്തിഹത്യയുടെ കാര്യത്തിലും വർഗീയ പ്രചരണങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ എത്ര ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു അനുഭവമല്ല. അത് തെരഞ്ഞെടുപ്പ് ജയിക്കാനോ തോക്കാനോ എന്നുള്ളതൊന്നുമല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ വർഗീയതയുടെ പട്ടം ഇങ്ങനെ ചാർത്തി കിട്ടുന്നത് രസകരമായിട്ടുള്ളൊരു അനുഭവമല്ല. അതിന് നിരന്തരം മറുപടി പറയേണ്ടി വരുന്നത് തന്നെ പ്രയാസമാണ്. മറ്റേത് ആരോപണം പോലെയല്ല. ഒരു വ്യാജമായ ഒരു സൃഷ്ടിയുടെ പേരിൽ അതിപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ പോലും എൻ്റെ തലയിൽ അത് കെട്ടിവെക്കാനുള്ള ശ്രമം, അതും അത് സൃഷ്ടിച്ചവരുടെ സങ്കേതത്തിൽ നിന്ന് വളരെ തരം താഴ്ന്ന നടപടിയായിപ്പോയി. പറയാതിരിക്കാൻ കഴിയില്ല. വിത്ത് ഓൾ റെസ്പെക്റ്റ്, ഒരിക്കലും അത് ഫേക്കാണെന്ന് അറിഞ്ഞിട്ടും അത്തരത്തിലുള്ളൊരു കമൻറ്റ് ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയുടെ നാവിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ പോളിംഗിൻ്റെ ശതമാനക്കണക്കുകൾ പുറത്തു വരുന്നതിന് മുമ്പേ, പോളിംഗ് പൂർത്തിയാവുന്നതിന് മുമ്പേ ഞാൻ പാലക്കാട് വോട്ട് ചെയ്ത് വടകരയിൽ വന്ന് ഇറങ്ങി ഇതേ സ്ഥലത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ
ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എല്ലാ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെയും എല്ലാ വ്യാജ പ്രചരണങ്ങളെയും വടകരയിലെ ജനങ്ങൾ അതിജീവിക്കും, UDF അതിജീവിക്കും. നോ ലെയിം റീസൺസ്. ഒരു ന്യായീകരണവും ചമച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഞങ്ങൾക്കില്ല.